അവനിവിടെ വന്നപ്പോ തൊട്ട് പറയണതാ വീട്ടിലേക്ക് വിളിക്കണ്ടെന്ന്. ഞാൻ ഓർത്ത ഇത് ഇത്ര വലിയ സംഭവമാണ്. ഭാഗ്യ ഏട്ടൻ നിർബന്ധിച്ചിട്ട് ഇപ്പോഴെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കാൻ തോന്നിയത്. അമ്മ, ഇവന്മാർ ഇവിടെ കാല് കുത്തി അന്ന് ഞാൻ കനകൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് മൂന്നും കുഴപ്പക്കാരാണ്, ഇവിടെ നിർത്തണം നല്ലതല്ല, നമുക്ക് ദോഷമാണെന്ന്. എന്ത് പറയാനാ, എനിക്കൊരു സംശയം ഇല്ലായിരുന്നു. ഒന്ന് എവിടെ ആങ്ങളെയും കൂടെ അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് സംശയിക്കാൻ ഒക്കുവോ? പക്ഷെ ഞാൻ ഇന്ന് ചോദിച്ചു, മക്കളെ ആ ചായപ്പിൽ നിങ്ങൾ അവിടെ എന്തോ ചെയ്യുന്നു? ഇല്ല, ഞങ്ങള് അവിടെ പാടി പറഞ്ഞ് ഇത് കേട്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി, അവന്മാരുടെ പെരുമാറ്റത്തിൽ എന്തോ തരികിടയുണ്ടെന്നുള്ളത്. അമ്മ, യുവമാർ എന്തിനു വന്നേന്നാ നമ്മളെ അടുത്ത് പറഞ്ഞേ? പ്രോജക്റ്റ് അതൊന്നും അല്ല. സംഭവം എന്താണെന്നറിയാമോ? കഞ്ചാവ് അടിച്ചിട്ട് വേറെ പിള്ളേരെ എടുത്തിട്ട് ഇടിച്ച് അങ്ങനെ കോളേജിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തേക്കുക. ഇതൊക്കെ ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടണ ക്ലീറ്റോ? ഇത്തിരി ഇല്ലാത്ത മക്കള് കണ്ടാ പറയോ? തന്തയും തള്ളി എന്ത് വിശ്വസിച്ച് വീട്ടിലിരിക്കും? ഈ സാധനം ഉണ്ടല്ലോ, അതാണ്ട് ഇത് വലിച്ച് ലഹരി തലയ്ക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. വന്നതിൻ്റെ അന്ന് ഇവന്മാർ ഈ മൂന്നും കൂടെ ബൈക്ക് എണ്ണയിട്ട് വട്ടം ചുറ്റി ഇടിച്ചിടാൻ നോക്കി. അതല്ലേ പിന്നെ എന്ത് ഇവന്മാർക്ക് ഒന്നും നോക്കാനില്ലമ്മ. ഇതൊക്കെ ഇവനെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടുന്നത്. ഒന്നും മിണ്ടാതിരിക്കും. നിനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതിരിക്കും. അങ്ങനെയൊക്കെ പോയാൽ അതിന്റെ പിന്നാലെ പോയാൽ പിന്നെ നമ്മുടെ കുടുംബത്തിന് നാണക്കേട്. ആ ഒറ്റ കാര്യമാണ് ഞാനും. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ആലോചിക്കും. വെറുതെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാതെ. കുഞ്ഞമ്മ വന്നവരെ അവരെ പുറത്തേക്ക് വിടരുതെന്ന് ഏട്ടൻ പറഞ്ഞേക്കണേ. എപ്പോ വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ വരും. ഓ, അതിനിടയ്ക്ക് ഒരുത്തിക്ക് എന്നെ സംശയം. പേരുദോഷം പറഞ്ഞ വഴി നോക്കണം അമ്മ. ഇത്ര ഇല്ലാത്ത പിള്ളേർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളത് എനിക്കറിയാമോ? ഇപ്പൊ ബോധ്യമായല്ലോ. സിഗരറ്റ് കുറ്റി എടുത്തോണ്ട് നിയമാർ അവിടെ വലിച്ചിട്ടാ ഞാൻ വലിച്ചെന്ന് പറഞ്ഞു ഇവള്. പക്ഷെ സത്യമായിട്ട് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുള്ള. നീ ഇരുന്ന് ആദ്യം പിടിച്ചിട്ട് എന്താ കാര്യം? പിള്ളേരുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇനിയെങ്കിലും പഠിച്ചിരുന്നോ? ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ നാട്ടിൽ നടന്നത്. നീ ആ കനകനൊന്ന് വിളിച്ചേ, എവിടം വരെ ആയിന്ന് ചോദിക്കേ. പിള്ളേരെ ഇതൊക്കെ ഓരോന്നിനും വളർത്തി വന്നെന്ന് പൊതുവെ ബഹളത്തിന് നിൽക്കണ്ട. പതുക്കെ നല്ലോണം പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുപോയാൽ മതി കേട്ടോ. അതെ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നത്? ഇങ്ങനെ ഒരുത്തനെ തീറ്റി പോറ്റെ. അമ്മമാരെന്തിനാണ് കുറ്റം പറയുന്നത്? ഒരു പരിധി വരെയല്ലേ അമ്മമാരെ കൊണ്ട് വെക്കുവോ? അല്ല പിന്നെ അത് കഴിഞ്ഞ് എടാ അടയ്ക്കയായാൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരായാൽ എന്തോ ചെയ്യാൻ നോക്കും. മുറിച്ച് മാറ്റണം. കുഞ്ഞമ്മ വഴക്കൊന്നും പറയണ്ട, അവനകത്തുണ്ട്. വീട്ടിലായിരുന്നപ്പോ എങ്ങനെയായിരുന്നു ചേച്ചി? ഇങ്ങനെ അലമ്പായിരുന്നോ കൊച്ച്? കുറച്ച് നാൾ കൊണ്ട് ഇങ്ങനെയാ, സമയത്ത് വീട്ടിൽ വരാറില്ല. പൈസയൊക്കെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കുകയും വേണം. കൊടുക്കണം. അങ്ങനെ തന്നെ നിങ്ങളൊക്കെ തന്നെ ഇവനെയൊക്കെ പാഴാക്കണത്. വീട്ടിലെ കുട്ടീശ്വരം ഉണ്ടാക്കും, അതായിരിക്കും കൊടുക്കുന്നത്. വിളിച്ചവന്മാരെ അകത്തുണ്ട്. ആദ്യം പിടിക്കണ്ട. അതെ, ഈ കുടുംബ ബന്ധത്തെ കുറിച്ച് നിങ്ങൾക്ക് പ്രോജക്റ്റ് ഉണ്ടാക്കാനേ കുടുംബ ബന്ധം നല്ല ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയ ഒരാളെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അറിയാമോ? നിന്നെ വളർത്തിയത് നീ പഠിക്കാൻ തന്നെയാണോ പോയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് നീ ചിന്തിച്ചോട്ടാ? ഇതിനാണോടാ നിന്നെ വളർത്തിയത്? പറയണ, നിനക്ക് അമ്മയോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് കാണുകയായിരുന്നു. മക്കളെ, നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ. അവർ തെറ്റ് കാണിച്ചാൽ നിങ്ങളല്ലേ പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത്? പോടാ, നീ ഇനി പഠിക്കാനും പോണം. ഒന്നിനും കൂടെ വാ വീട്ടിൽ. കൊടുക്കട്ടളിയാ, അവർക്ക് അവരെ വിഷമം പിന്നെ തീർക്കണ്ടേ? ഇതിനെ വന്നത് വന്നു. ഇനി അതിനെപ്പറ്റി നമ്മളൊന്നും ആലോചിക്കണ്ട. എടാ, എന്തൊക്കെ പ്രതീക്ഷയിലാണ് നിന്നെ അമ്മ കോളേജിൽ വിടുന്നത്? നിനക്കാണെങ്കിൽ അച്ഛനില്ല. നീ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം അമ്മ നടത്താതിരുന്നിട്ടുണ്ടോ? നീ ബൈക്ക് എന്ന് പറയുമ്പോൾ ബൈക്ക്, സിനിമയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ ഇതിനൊക്കെ പൈസ തരുന്നതല്ലേ? ഇത് എവിടുന്ന ഉണ്ടാവണമെന്ന് നീ ആലോചിക്കണ്ടേ? വേണ്ടേ? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തു ആവാന്നാണോ? ഇതൊക്കെ അങ്ങ് മറക്കുക. ഇനി കഞ്ചാവ് കേസിലും ഇതിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താ നിനക്കറിയാമോ? അറിയാമോ? ഇത് നിങ്ങളോടും കൂടി പറയുന്നതാണ്. മക്കളെ, അമ്മമാരുടെ പ്രതീക്ഷയാണ് മക്കള്. നിങ്ങൾ 3 പേരും കൂടെ കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഇനിമേൽ ഇത് ആവർത്തിക്കരുത്. പഠിച്ച് നല്ല മിടുക്കന്മാരായി ഉദ്യോഗം വാങ്ങിച്ച് അമ്മമാർക്ക് വാരിക്കോരി കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നാട്ടുകാരെ ഒന്ന് കാണിക്കണം, എൻ്റെ മക്കള് ഇതാണ് എൻ്റെ മോൻ, ഇതാണ് എൻ്റെ മോൻ എന്ന് നിങ്ങൾ ഓരോരുത്തരെയും അമ്മമാർ പറയണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. മേലിൽ 3 പേരും ഇത് ആവർത്തിക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഇത് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അവരെയും പറഞ്ഞ് വിലക്കണം. അതാണ് വേണ്ടിയത്. കൂട്ടുകെട്ട് ആവശ്യമാണ്. മക്കളെ, പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ? അമ്മയുടെ ദുഃഖം കണ്ടാ നീ ചെല്ല്, അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കും, മേലിൽ ആവർത്തിക്കത്തില്ലെന്ന്.
സോറി അമ്മ, ഇനി ഉണ്ടാവില്ല.